നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആളും പേരുമില്ലാതെ വെറുതെ താലി കെട്ടിയവരുടെ വിവാഹം എല്ലാവരെയും വിളിച്ചു വരുത്തി ഭംഗിയായിട്ട് ചടങ്ങുകൾ ഒപ്പിച്ച് ഒന്നുകൂടി നടത്താൻ ആലോചിക്കാണ് ഞാൻ. രാജുവിനെ കണ്ടിട്ടാണ് രമ്യ അങ്ങനെ ഒരു ശാഠ്യം പിടിച്ചത്. ഏതായാലും ശ്രീയുടെ കല്യാണം നടക്കുന്നതിന് മുമ്പ് നിങ്ങൾ വന്നത് നന്നായി. അല്ലായിരുന്നെങ്കിൽ ആ സ്ത്രീ കെട്ടിയ താലിയും പറിച്ചോണ്ട് പോയേനെ. അത്രയ്ക്ക് ദുഷ്ട മനസ്സാ അവർക്ക്. എല്ലാം നേരെ അവൻ എന്ത് ചെയ്യാനും ഞാൻ ഒരു കാരാതമ്മ. നിങ്ങളായിട്ട് ഇനി ഒന്നും ചെയ്യണ്ട. സംഭവിച്ചതൊക്കെ സംഭവിച്ചത് തന്നെ. എങ്കിലും ഇങ്ങനെ ഒരു ഇഷ്ടം മനസ്സിലുണ്ടായിരുന്നുവെന്ന് രാജുവെങ്കിലും ഒന്നും പറയണായിരുന്നു. അന്ന് രുക്മിണിയമ്മ പ്രതിജ്ഞ എടുപ്പിച്ചപ്പോഴെങ്കിലും പറയേണ്ടതായിരുന്നു. അതിലെനിക്ക് വിഷമമുണ്ട്. അയ്യോ, രാധമ്മ കരുതുന്ന പോലെയൊന്നും അല്ല. രാജു ഇതിലെ നിരപരാധിയാ. ഞാൻ അമ്മേ, നേരെ എത്ര ആയില്ലേ? ഇതുവരെ ആരും ഭക്ഷണമൊന്നും കഴിച്ചില്ലല്ലോ. അമ്മ ചെന്ന് ഭക്ഷണം എടുത്തു വെക്ക. എന്താ മഴത്? ബോധമല്ലേ? ഒന്നും പറയണ്ട. രമ്യ, നിനക്ക് വിഷമമില്ലേ? വിഷമില്ലാതിരിക്കോ ചേച്ചി? പക്ഷേ എന്റെ വിഷമത്തിനുള്ള പരിഹാരം ഞാൻ തന്നെ കണ്ടെത്തും. അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ആരും വിഷമിക്കണ്ട. ഇങ്ങനെയൊക്കെ സംഭവിക്കാതെ നേരത്തെ നിശ്ചയിച്ചതുപോലെ ഞാനും രാജുവായിട്ടുള്ള വിവാഹം നടന്നിരുന്നെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളും അതോടെ തീർന്നേനെ. അല്ല, ചേച്ചിക്കും കുറെ പ്രശ്നങ്ങളില്ലേ? അതല്ലേ ചേച്ചി ഇവിടെ വന്ന് ഒറ്റയ്ക്കിരിക്കുന്നേ? ഈ വിവാഹം നടന്നിരുന്നെങ്കിലേ എന്റെ അമ്മ ചേച്ചിയുടെ സ്ത്രീധന തുക ബാക്കി തന്നു തീർത്തേനെ. വീട് പണിക്ക് സഹായിക്കുകയും ചെയ്തേനെ. അവൻ അവളോട് വലിയ അടുപ്പം കാണിച്ചിരുന്നെങ്കിലും അതിങ്ങനെയായി തീരുമെന്ന് ഞങ്ങൾ ആരും സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. എല്ലാം ഓർക്കുമ്പോ എന്തെങ്കിലും കഴിക്കാൻ പോലും തോന്നുന്നില്ല. അതെ, നിങ്ങൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ പോലും ആവാതെ വിഷമിച്ചിരിക്കുമ്പോഴേ അവൾ അവിടെ ഡൈനിങ് ടേബിളിൽ വിളമ്പി വെച്ച് കഴിക്കാൻ പോവാ. ചേച്ചി അങ്ങോട്ടേന്ന് നോക്കിയേ, എല്ലാം താറുമാറാക്കിയിട്ട് ഒരു കൂസലും ഇല്ലാതെ അവള് ഭക്ഷണം കഴിച്ച് വിശ്രമിക്കാൻ പോവാ. നോക്കട്ടെ, അവളെ ഞാൻ തീറ്റിക്കാം. ഒരു കുടുംബത്തിന്റെ മുഴുവൻ സന്തോഷവും സമാധാനവും ഒക്കെ തകർത്തെറിഞ്ഞിട്ട് അവക്ക് വല്ല കൂസലും ഉണ്ടോ? ഒരു വീടിനെ മരണവീട് പോലെ ആക്കിയിട്ട് ഒന്നും അറിയാത്ത പോലെ, ഒന്നും സംഭവിക്കാത്ത പോലെ ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുന്നു. നീ ഇന്ന് പട്ടിണി കിടക്കണം. അങ്ങനെയെങ്കിലും നീ ഒരു പ്രായച്ചിത്തം ചെയ്യ്. പ്രിയേച്ചി, ഇത് കുറച്ച് കടന്നുപോയി. അതേടാ, കടന്നു പോവും. ഒരു കല്യാണോ അല്ല, 2 കല്യാണോ ഇവള് കാരണം മുടങ്ങിയത്. സ്നേഹം കൊതിച്ച 2 പെൺകുട്ടികളുടെ കണ്ണീരാ ഇന്നിവിടെ വീണത്. ശ്രീമോളുടെ ജീവിതം നശിപ്പിച്ചു. ഈ വീടിനുണ്ടാവേണ്ട വലിയ സൗഭാഗ്യങ്ങൾ ഇല്ലാതാക്കി. അങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയ ഇവളോട് ഞാൻ എങ്ങനെ പൊറുക്കും?
ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ പെരുമാറും. പ്രിയേ, അധിക പ്രസംഗം നടത്തരുത്. രാജുവും രമ്യയും തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ചിരുന്ന കാര്യം ഈ കുട്ടി അറിഞ്ഞിട്ടില്ല. തനിക്ക് ഇഷ്ടമില്ലാത്തൊരു വിവാഹം നടക്കാതിരിക്കാൻ ഇഷ്ടമുള്ള ഒരാളെ വിവാഹം കഴിക്കുന്നതിൽ ഞാൻ ഒരു തെറ്റും കാണുന്നില്ല. അച്ഛനല്ലേലും ഇവളുടെ കൂടെ ആണല്ലോ. അച്ഛനും മോനും കൂടെ എന്തു വേണേലായിക്കോ, ഞാനൊന്നും പറയുന്നില്ല. രാജു ചെയ്തതിലും പ്രതീക മാഡം ചെയ്തതിലും വലിയ അപരാധമൊന്നും ഞാൻ കാണില്ല. അതുമാത്രമല്ല, ആളും പേരുമില്ലാതെ വെറുതെ താലി കെട്ടിയവരുടെ വിവാഹം എല്ലാവരെയും വിളിച്ചു വരുത്തി ഭംഗിയായിട്ട് ചടങ്ങുകൾ ഒപ്പിച്ച് ഒന്നുകൂടി നടത്താൻ ആലോചിക്കാണ് ഞാൻ. കൊള്ളാം. സ്വന്തം മോളുടെ കല്യാണം മുടങ്ങിയതില് അച്ഛന് ദണ്ണ ഒന്നുമില്ല. ഋതിക മോളുടെ കല്യാണത്തിന് ആളുകൾ കൂടാത്തതിലാ ദണ്ണം. ഒക്കെ അച്ഛന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ, എനിക്കൊന്നുമില്ല. രാജു, എന്താച്ചാ? വിവാഹം ഒരു ദൈവകാര്യമാണ്. ആരുടെ പേരാണോ ദൈവം നമ്മുടെ തലയിൽ എഴുതിയിരിക്കുന്നത് അവര് തന്നെയായിരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. നിനക്ക് പറഞ്ഞിട്ടുള്ളത് ഇവളാണ്. അത് നടന്നു. വിവാഹവുമായി ബന്ധപ്പെട്ട് സാധാരണ നമ്മൾ ചില പൂജകളൊക്കെ നടത്താറുണ്ട്. നിങ്ങളുടെ കാര്യത്തിൽ അതൊന്നും നടന്നിട്ടില്ല. എല്ലാം വെടിപിടിയെന്നായിരുന്നല്ലോ. അതുകൊണ്ട് ഞാനൊന്ന് തീരുമാനിച്ചു. നാളെ തന്നെ വീട്ടിലൊരു പൂജ നടത്തണം. രാജുവിനും ഋതികയ്ക്കും നല്ലത് വരുത്താനും അവരുടെ ജീവിതം നന്നായി മുന്നോട്ട് പോകാനും ദേവതകളുടെ അനുഗ്രഹം തേടി ഒരു പൂജ. വച്ച് താമസിപ്പിക്കാതെ നാളെ തന്നെ നടത്താനാ തീരുമാനം. അച്ഛാ, അതിപ്പോ നാളെ തന്നെ വേണോ? വേണം. കുറച്ചു ദിവസം കൂടി കഴിഞ്ഞിട്ട് മതിയെന്നേ. പോരാ, നാളെ തന്നെ വേണം. അനിഷ്ടകരമായ ചില സംഭവങ്ങൾ നടന്നു വെച്ച് ഇവിടെ ആരും പട്ടിണി ഇറക്കേണ്ട കാര്യമൊന്നുമില്ല. നീ എല്ലാവർക്കും ഭക്ഷണം എടുത്ത് വെക്കടി. ആ ഋതിക, എന്താ ഒറ്റയ്ക്ക് നിൽക്കുന്നേ? ഒന്നുമില്ല, വെറുതെ. മുൻപ് രാജുവിന്റെ കൂടെ ഗസ്റ്റായി വന്നപ്പോ കിട്ടിയ സ്വീകരണം അല്ല ഇപ്പൊ. കാര്യങ്ങള് അത്ര സുഖമല്ലല്ലേ? ഇല്ല, ഒന്നുമില്ല. ആ, ഉണ്ടല്ലോ. ഈ വീട്ടിലൊരു പാത്രം നിലത്ത് വീണ ഞങ്ങൾക്ക് അറിയാൻ പറ്റും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.